Good morning, Miss. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Ma'am, duties of ward clerk secretary. അവിടെ മുതലാ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓഫ് സെക്രട്ടറി. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ഒന്ന് വായിച്ചു നോക്കി. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? Yes, miss. ക്ലിയർ ആണോ? Clear, ma'am. ഓക്കെ, ബാക്കി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറി. വാർഡ് ക്ലർക്കിന്റെ അതല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. വാർഡിലെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. എന്താണ്? രോഗികളെ സംബന്ധിക്കുന്ന മെഡിക്കൽ ചാർട്ട്സുകൾ ഉണ്ടാവും അല്ലേ? രോഗികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകള്. കൂടാതെ എന്താണ്? അതിൽ അവരുടെ റിപ്പോർട്ട്സുകൾ ഉണ്ടാവുമല്ലോ പേഷ്യൻസിനെ കുറിച്ചുള്ള അല്ലെ. സ്കാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങിന്റെ റിസൾട്ടുകൾ ഉണ്ടായിരിക്കും. ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ. റിപ്പോർട്ട്സുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള റിപ്പോർട്ട്സുകള്. നെക്സ്റ്റ് എന്താണ്? കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല് ഈ പേഷ്യൻസ് എന്താണ് നമ്മുടെ വരുന്ന വാർഡിലേക്ക് വരുന്ന ഡോക്ടറുടെ അതല്ലെങ്കിൽ നഴ്സുമാരുടെ റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ. ഓരോ രോഗിയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങള് ഉണ്ടാവോ? അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെ, ഓരോ രോഗിയുടെയും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ മെഡിക്കൽ സ്റ്റാറ്റസ് അല്ലെ. ഓരോ പേഷ്യൻസിന്റെയും മെഡിക്കൽ സ്റ്റാറ്റസ് എന്താണ് അല്ലെ. അപ്പൊ പിന്നെന്താണ്? അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്, വെർബൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. കൂടാതെ എന്താണ്? വാർഡുകളിലേക്ക് മെയിലൊക്കെ വരുമല്ലോ ഡോക്ടേഴ്സിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മെയിലുകളൊക്കെ വരുമല്ലോ. അപ്പൊ അതിനൊക്കെ എന്ത് കൊടുക്കണം? റിപ്ലൈ കൊടുക്കണോ? അതൊക്കെയാണ് അതിന്റെ നിർബന്ധിതമായി കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ്. എന്താണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള്, പിന്നെ കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് ഉദ്ദേശിക്കുന്നത് ഡോക്ടറുടെ അതല്ലെങ്കിൽ നഴ്സുമാരുടെ വെർബൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, റിട്ടൺ നോട്ട്സുകള്. പിന്നെന്താണ്? മെയിലുകൾ വരുമ്പോ അതിന്റെ റിപ്ലൈ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധിതമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ വാർഡ് ക്ലർക്ക് നിർബന്ധിതമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് കസ്റ്റമർ നീഡ്സ് അസസ്മെന്റ്, meeting quality standard for services and evaluation of customer satisfaction. എന്താണ്? കസ്റ്റമറിന്റെ നീഡ്സ് അസസ് ചെയ്യുന്ന നീഡ്സുകളെ വിലയിരുത്തണം. ഒരു പേഷ്യൻസിന്റെ നീഡ്സ് എന്തൊക്കെയായിരിക്കും ഹോസ്പിറ്റലില്? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ആണ്, വാർഡിലെ പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങളുടെ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ബെഡ് വേണം, ക്ലീൻലിനെസ് വേണം അല്ലേ. ഹോസ്പിറ്റലിൽ നല്ല ഹൈജീനിക് ആയിരിക്കണ്ടേ വാർഡ്. പിന്നെ എന്താണ്? നിങ്ങൾക്ക് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി വേണം അല്ലേ. ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ്, നഴ്സുമാരുടെ സർവീസ് ഒക്കെ വേണ്ടേ. എക്യുപ്മെന്റുകൾ വേണം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മുടെ കസ്റ്റമർ അതായത് പേഷ്യന്റ് മരുന്നുകൾ വേണം. നീഡ്സ് അസസ് ചെയ്യുക, വിലയിരുത്തുക. അതിലെന്തെങ്കിലും അഭാവങ്ങൾ അല്ലെ, അവർക്ക് കൊടുക്കേണ്ട സർവീസുകളില്, അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസിൽ എന്തെങ്കിലും അഭാവങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുക. നെക്സ്റ്റ്, ആ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെ, ഗുണനിലവാരമുള്ളതായിരിക്കണ്ടേ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ഗുണനിലവാരം വേണം അല്ലെ. അപ്പൊ
മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസസ്. അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ, പേഷ്യൻസിന് നൽകുന്ന സർവീസുകൾ ക്വാളിറ്റി എന്താണ് ഗുണനിലവാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് എന്താ? ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവര് ആ ഹോസ്പിറ്റലിലെ സർവീസുകളില് അവിടുത്തെ ഫെസിലിറ്റീസില് എന്താണ് തൃപ്തരാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ടൊരു ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഫോം തന്നിട്ട് ഡോക്ടേഴ്സിന്റെ സർവീസുകളില് നിങ്ങൾ തൃപ്തരാണോ അല്ലെ, ആ ഫീഡ്ബാക്ക് ഫോം. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിൽ അല്ലെങ്കിൽ അവരുടെ സർവീസുകളില് തൃപ്തരാണോ എന്ന് വിലയിരുത്തുക. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് പറയുന്നത് provide support to healthcare staff and ensure appropriate maintenance of patient care unit. എന്താണ് നമ്മുടെ വാർഡുകളിലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു പിന്തുണ നൽകണം അല്ലെ, സപ്പോർട്ട് കൊടുക്കണ്ടേ, അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ലഭ്യമാക്കി കൊടുക്കണം അല്ലെ, മരുന്നുകൾ ലഭ്യമാക്കി കൊടുക്കണം അല്ലെ, അവർക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ വാർഡില? പിന്നെ പേഷ്യൻസിന്റെ ഫയലുകൾ എത്തിച്ചു കൊടുക്കണം അല്ലെ, പേഷ്യൻസിന്റെ ഫയലുകൾ ലഭ്യമാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു സപ്പോർട്ട്, പിന്തുണ നൽകുക. കൂടാതെ എന്താണ്, പേഷ്യന്റ് കെയർ യൂണിറ്റിന് ഉചിതമായിട്ടുള്ള മെയിന്റനൻസ് അല്ലെ ഉറപ്പാക്കുക. എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗി പരിചരണം കൊടുക്കുന്ന യൂണിറ്റ് അല്ലെ. ആ ഒരു പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ പരിപാലനം, മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകൾ വേണല്ലേ, എക്യുപ്മെന്റുകൾ വേണ്ടേ, പേഷ്യൻസിന്റെ പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാർഡ് ക്ലർക്ക് ഉറപ്പുവരുത്തുക. ക്ലിയറായോ? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അവരുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണ നൽകുക. കൂടാതെ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ പരിപാലനം ഉറപ്പുവരുത്തുക. നമ്മുടെ പേഷ്യന്റ് കെയർ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകള്, എക്യുപ്മെന്റുകള്, അവിടുത്തെ വർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് administer efficient communication network and manage flow of traffic. Efficient communication, like കാര്യക്ഷമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ആരൊക്കെ തമ്മിലാണ് ഒരു വാർഡില് കമ്മ്യൂണിക്കേഷൻ വരുന്നത്? നഴ്സുമാരും പേഷ്യൻസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. ഡോക്ടേഴ്സും പേഷ്യൻസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. അതേപോലെ ആരാണ്? ഡോക്ടേഴ്സും നഴ്സുമാരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ, ലബോറട്ടറിയിലെ, സ്കാനിങ്ങിലെ അല്ലെ, ഫാർമസിയിലെ സ്റ്റാഫുകളും നഴ്സുമാരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടോ? സഹായക അനുബന്ധ സ്റ്റാഫുകളും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എഫിഷ്യന്റ് ആക്കുക അല്ലെ, കാര്യക്ഷമമാക്കുക. കൂടാതെ മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. എന്താണ്? നമ്മുടെ വാർഡിലേക്കുള്ള തിരക്ക് നിയന്ത്രിക്കുക. എങ്ങനെയാണ് വാർഡിലെ തിരക്ക് അനുഭവപ്പെടുന്നത്? തിരക്ക് അനുഭവപ്പെടുന്നത് എപ്പോഴാണ് വാർഡില്? വിസിറ്റേഴ്സിന്റെ ടൈമിലല്ലേ ആണോ? പിന്നെന്താണ്? ബൈസ്റ്റാൻഡേഴ്സ്. എത്ര ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തും വാർഡില്? ഒരു പേഷ്യന്റിന് ഒരാളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ട്രാഫിക്
നിയന്ത്രിക്കുക, മാനേജ് ചെയ്യുക. എന്താണ് വിസിറ്റേഴ്സിന്റെ ടൈമില്, അതല്ലെങ്കിൽ വാർഡിലെ വൈസ് ചാൻസലറിന്റെ നമ്പേഴ്സിലൊക്കെ എന്താണ് മാനേജ് ചെയ്യുക. ക്ലിയർ ആയോ? ചിലപ്പോ എന്താണ് ഈ കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് 2 ബൈസ്റ്റാൻഡേഴ്സിനെ അലോ ചെയ്യും അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് മാത്രമാണ് വാർഡിൽ 2 ബൈസ്റ്റാൻഡേഴ്സിനെ അലോ ചെയ്യുന്നത്. ബാക്കി എല്ലാവർക്കും ഒരു ബൈസ്റ്റാൻഡർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നഴ്സസ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് ക്ലീൻലിനെസ് ഓഫ് ഓൾ യൂണിറ്റ്സ്. എന്താണ് നഴ്സുമാർക്ക് ഒരു സഹായം നൽകുക അല്ലെ, അസിസ്റ്റന്റ് നൽകുക. എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ എത്തിച്ചു കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ എത്തിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ നഴ്സുമാർക്ക് ഒരു അസിസ്റ്റൻസ് നൽകുക. കൂടാതെ നമ്മൾ പറഞ്ഞു വാർഡുകളിൽ പല ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, യൂണിറ്റ്സ്. ആദ്യം തന്നെ എടുത്തപ്പോ പറഞ്ഞില്ലേ. അപ്പൊ ആ യൂണിറ്റ്സിലെ എന്താണ് പേഷ്യന്റ് സ്പേസ് ഉണ്ട്, നഴ്സസ് സ്പേസ് ഉണ്ട്, കോറിഡോർസ് ഉണ്ട് അല്ലെ, സാനിറ്റേഷൻ ഏരിയാസ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലെ യൂണിറ്റ്സിലെയും ശുചിത്വം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. എന്താണ് ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഡാറ്റാബേസിൽ അല്ലെ കമ്പ്യൂട്ടറിൽ നിലനിർത്തുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക അല്ലെ. ചിലപ്പോ ഇപ്പൊ ഡോക്ടർ റൗണ്ട്സിന് വന്നു കഴിയുമ്പോ ആ പേഷ്യൻസിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാലോ. മരുന്നുകൾ കൊടുക്കാം, അതല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ടെസ്റ്റ് പറഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുക. ചിലപ്പോ അവരുടെ ട്രീറ്റ്മെന്റിൽ അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെ ഡോക്ടർ. ആ പേഷ്യൻസിന്റെ റിക്കവറിനനുസരിച്ച് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡാറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുക. കൂടാതെ പേഷ്യൻസിന്റെ എല്ലാ രോഗവിവരങ്ങൾ അല്ലെ നമ്മുടെ നഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ രോഗനിർണയവും നഴ്സിനെ അറിയിക്കുക. നെക്സ്റ്റ് പറയുന്നത് കോർഡിനേറ്റ് വിത്ത് various departments and ensure proper services and supplies of units. എന്താണ് നമുക്കറിയാം വാർഡിലെ ഒരു സുഗമമായ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് മറ്റു യൂണിറ്റ്സിൽ ഒരു ഏകോപനം വേണം അല്ലെ, കോർഡിനേഷൻ വേണ്ടി. ലബോറട്ടറിയിലെ, ഫാർമസി, റേഡിയോളജി, ഡയറ്ററിയിലെ അവിടത്തേക്ക് കോർഡിനേഷൻ വേണ്ടേ? വേണോ? അപ്പൊ അങ്ങനെയുള്ള വാർഡിലെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ഏകോപന കോർഡിനേഷൻ കൊണ്ടുവരിക. പിന്നെ എന്താണ് എൻഷുർ പ്രോപ്പർ സർവീസ് അല്ലെ, ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രോപ്പർ സർവീസ് ഉറപ്പുവരുത്തണം. ഒരു പേഷ്യന്റിന് ലാബ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ കറക്റ്റ് രീതിയിൽ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെ. ചിലപ്പോ എന്താണ് ആ പേഷ്യൻസിന് ആ വാർഡിൽ നിന്ന് പോകാൻ പറ്റില്ല. കണക്ട് വിത്ത് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോ ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും, ഇൻഷുറൻസ് ആയിരിക്കും അല്ലെ, മെഡിക്ലെയിം അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഇതുകൂടി കോർഡിനേറ്റ് ചെയ്യണം അല്ലെ. പിന്നെ എന്താണ് ഈ ചിലപ്പോ ലാബ് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവിടെ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യാറില്ലേ? പേഷ്യന്റിന്റെ എക്സാമ്പിൾ പോലെ പറയുന്നതാണ് കേട്ടോ. ഇല്ലേ, സാമ്പിൾ കളക്ട് ചെയ്യില്ലേ ലാബിൽ നിന്ന് സ്റ്റാഫുകൾ വന്ന. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തുക. പ്രോപ്പർ സർവീസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ആൻസിലറി ഡിപ്പാർട്ട്മെന്റുകളുടെയും ശരിയായ രീതിയിലുള്ള സേവനം വാർഡില് ഉറപ്പുവരുത്തുക. കൂടാതെ ആൻഡ് സപ്ലൈസ് ഓഫ് യൂണിറ്റ്, വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യണ്ടേ? എക്യുപ്മെന്റുകളായിക്കോട്ടെ, മെഡിസിനുകളായിക്കോട്ടെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള
എല്ലാ റിസോഴ്സുകളും വിഭവങ്ങളും ഉറപ്പുവരുത്തുക, എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് patient and update patient charts with the ancillary reports and forms from various departments. എന്താണ്? വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഫോമുകളും ഉപയോഗിച്ച് പേഷ്യൻസിന്റെ ചാർട്ടുകൾ തയ്യാറാക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞു അല്ലെ, ചിലപ്പോ പേഷ്യൻസിനെ കുറിച്ച് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാവാം അല്ലെ ഡോക്ടേഴ്സ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള റിപ്പോർട്ട്സുകളും ഫോമുകളൊക്കെ വെച്ചുകൊണ്ട് പേഷ്യൻസിന്റെ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്യുകയും തയ്യാറാക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് for all patients and keeps records of all patients and send medical records to MRD after the discharge of patient. എന്താണ്? ഒരു പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ എന്ത് തയ്യാറാക്കുന്നുണ്ട്? മിസ് പറഞ്ഞുതരാം. MRD ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ? ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? MRD എന്നല്ലേ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, കണ്ടിട്ടുണ്ട് അല്ലെ? ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? അഡ്മിറ്റ് ആക്കിയതിന്റെ റീസൺ ഉണ്ടായിരിക്കും. നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും, സെക്സ് ഉണ്ടാവും, അഡ്മിഷന്റെ ഡേറ്റ് ഉണ്ടാവും, റീസൺ ഉണ്ടാവും അല്ലെ? എന്ത് കാരണം കൊണ്ടാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയത് അല്ലെ? അവർക്ക് അതിനു വേണ്ടി എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്തൊക്കെ മെഡിസിനുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഡയഗ്നോസിസ് ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, മെഡിസിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളുടെ റിസൾട്ട് ഉണ്ടാവും അല്ലെ? ഇൻവെസ്റ്റിഗേഷൻസ്. ഓക്കെ, പിന്നെ എന്താണ് ഇനി? ആഫ്റ്റർ കെയർ. ഓക്കെ, ആഫ്റ്റർ കെയർ അല്ലെ? ഇനി അവർക്ക് വീണ്ടും ഒരു പരിചരണം വേണ്ടി വന്നാൽ അല്ലെ, പെട്ടെന്ന് അവർക്ക് എന്ത് കൊടുക്കാം, എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രസ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പേഷ്യൻസിന്റെ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുക. And ഇതെന്ത് ചെയ്യാം? And keep records of all patients. പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡ്സുകളും അവരുടെ റെക്കോർഡുകളിൽ സൂക്ഷിക്കുക. കൂടാതെ എന്താണ്? ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് നമുക്ക് വാർഡിൽ തന്നെ സൂക്ഷിക്കണോ? എന്ത് ചെയ്യോ? വാർഡിൽ തന്നെ സൂക്ഷിക്കോ? ഇപ്പൊ പേഷ്യന്റിനെ വാർഡിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ വാർഡിലാണ് സൂക്ഷിക്കുന്നത്? അല്ല അല്ലെ? എങ്ങോട്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD. MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടുക. ക്ലിയർ ആയോ? പേഷ്യൻസിനെ ഡിസ്ചാർജ് ആയതിനു ശേഷം ആ പ്രൊസീജിയർ, ഡിസ്ചാർജിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തുവിടുക, സെൻഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് administer medical records for all the physician and medical staff and maintain records of attendance. എന്താണ്? ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള മെഡിക്കൽ റെക്കോർഡ് അല്ലെ? മെഡിക്കൽ റെക്കോർഡിൽ എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അടങ്ങിയിട്ടുണ്ടാവും അല്ലെ? അവർക്ക് കൊടുത്ത മരുന്നുകള്, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകള് അല്ലെ? അവരുടെ ഡയഗ്നോസിസ് അല്ലെ? ആണോ? അപ്പൊ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് എല്ലാ ഫിസിഷ്യൻസിന് അല്ലെ? ആ പേഷ്യന്റിനെ നോക്കുന്ന ഫിസിഷ്യനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും ലഭ്യമാക്കുക. കൂടാതെ മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് അറ്റൻഡൻസ്. നമ്മുടെ വാർഡിലുള്ള സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തണ്ടേ?
അപ്പൊ എന്താണ് സ്റ്റാഫ് ആൻഡ് മെയിൻ്റെനൻസ് റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്, എന്താണ് അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് മോണിറ്റർ all emergency calls and evacuate facilities when required. എന്താണ് എമർജൻസി കോളുകള് മോണിറ്റർ ചെയ്യുക, കൂടാതെ എന്താണ് evacuate facilities when required. എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് ലഭ്യമാക്കി കൊടുക്കുക. ഇപ്പൊ ചിലപ്പോ എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം അല്ലെ, വാർഡില് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ആണോ? ചിലപ്പോ അവരെന്താണ് ICUലേക്കോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ലേ ചില സിറ്റുവേഷനില്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്കോ അതല്ലെങ്കിൽ എന്താണ് വെന്റിലേറ്ററിലേക്കോ അല്ലെങ്കിൽ ICUലേക്കോ അല്ലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് placing doctors visit ECG, echo, etc. in medical record. എന്താണ് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളില് ഡോക്ടർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്താണ് പേഷ്യൻസിന്റെ മരുന്നുകൾ മാറ്റി കൊടുത്തിട്ടുണ്ടാവാം അല്ലെ, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും, ചിലപ്പോ ആ മരുന്നിന്റെ ഡോസ് ഒക്കെ കുറച്ചു കൊടുക്കാലോ. ചിലപ്പോ എന്താണ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതി കൊടുക്കാം അല്ലെ, ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും കുറവൊന്നും വന്നില്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യിക്കാലോ. അപ്പൊ ആ ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ സമയം ആ സ്കാനിങ് എഴുതാം. ആ വിസിറ്റിന്റെ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങള് മെഡിക്കൽ റെക്കോർഡില്, കൂടാതെ ഇവരെ സംബന്ധിച്ചുള്ള ECGയിലെ പിന്നെന്താണ് എക്കോ ടെസ്റ്റുകളുടെ റിസൾട്ടുകളൊക്കെ ഈ മെഡിക്കൽ റെക്കോർഡുകളില് പ്ലേസ് ചെയ്യുക. ക്ലിയർ ആയോ? വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ഓക്കെ ആണോ? ബാക്കി എല്ലാവരും ഓക്കെ ആണ്? മൂന്നാമത്തെ പറയണം. Provide support to healthcare staff and ensure appropriate maintenance of patient care units. എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ, ഹോസ്പിറ്റൽ വാർഡിലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ഡോക്ടേഴ്സ് വരുന്നുണ്ട്, നഴ്സുമാർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ എന്താണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള കെയർസ് കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. കൂടാതെ എന്താണ് പേഷ്യന്റ് കെയർ യൂണിറ്റ്സിന്റെ മെയിന്റനൻസ് അല്ലെ, പരിപാലനം ഉറപ്പുവരുത്തുക. ഒരു പേഷ്യന്റ് കെയർ യൂണിറ്റില് എന്താണ് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻ വേണം അല്ലെ, പോർട്ടൻസ് വേണം. ഫസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, പോർട്ടൻസ് വേണം അല്ലെ, എക്യുപ്മെന്റുകൾ വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഫസ്റ്റ് പറയുന്നത് കമ്പൈനിങ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും. കറസ്പോണ്ടൻസ് ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നഴ്സുമാരുടെ വെർബൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആവാം, റിട്ടൺ നോട്ട്സുകൾ ആവാം, ടെസ്റ്റ് റിസൾട്ടുകളാകാം, പേഷ്യൻസിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസുകളാകാം, അങ്ങനെയുള്ള കാര്യങ്ങള്. പേഷ്യൻസിന്റെ റിപ്പോർട്ടുകള്, ടെസ്റ്റ് റിസൾട്ടുകൾ, അങ്ങനെയുള്ള റിപ്പോർട്ടുകള്. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ മെഡിക്കൽ ചാർട്ടുകൾ നിർബന്ധമായി രേഖപ്പെടുത്തുക. ഓക്കെ ആയോ? ഓക്കെ ആയോ? പത്തല്ലേ പറഞ്ഞേ? നെക്സ്റ്റ് 10 administer medical records of all physician and medical staff. എന്താണ് ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് നമുക്ക് അവിടുത്തെ ഡോക്ടേഴ്സിന് ലഭ്യമാക്കണ്ടേ? ഈ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഈ പേഷ്യന്റ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർക്ക് കൊടുക്കണോ? നഴ്സുമാർക്ക് വേണോ?
അപ്പൊ ഫിസിഷ്യൻസിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും മെഡിക്കൽ റെക്കോർഡുകൾ നൽകുകയും കൂടാതെ എന്താണ് വാർഡിലെ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അറ്റൻഡൻസിനുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക അല്ലെ, പരിപാലിക്കുകയും ചെയ്യുക അല്ലെ. എത്ര പേര് ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട് അല്ലെ, എത്ര പേര് ആബ്സെന്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡുകള് നമ്മുടെ ഹാജറൊക്കെ ഉണ്ടാവില്ലേ, സ്കൂളിൽ ചെല്ലുമ്പോ നമുക്ക് ഹാജറൊക്കെ നോക്കില്ലേ, അറ്റൻഡൻസ്. അപ്പൊ അതേപോലെ എന്താണ് വാർഡിലെ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പറയുന്നത് പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ് ECG എക്കോ ഇൻ മെഡിക്കൽ റെക്കോർഡ്. എന്താണ് നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചുള്ള അല്ലെ വിവരങ്ങള്. ഇപ്പൊ ഡോക്ടർ വിസിറ്റിന് വരുമ്പോ പല കാര്യങ്ങളും പറയാനോ. ഇപ്പൊ ചിലപ്പോ പേഷ്യൻസിന് അഡീഷണൽ ആയിട്ട് മരുന്നുകൾ എഴുതി കൊടുക്കാം അല്ലെ, ഡ്രഗ്സുകൾ എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ ഉള്ള ഡ്രഗ്സുകളിൽ എന്താണ് ഡോസ് കുറയ്ക്കാം അല്ലെ, അതല്ലെങ്കിൽ പുതിയ ടെസ്റ്റുകൾ എഴുതി കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഡോക്ടേഴ്സിന്റെ വിസിറ്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. കൂടാതെ രോഗിക്ക് ഇപ്പൊ ECG ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എക്കോ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ പ്ലേസ് ചെയ്യുക, അതായത് സ്ഥാപിക്കാൻ, അതിൽ വെക്കാൻ, ഉൾപ്പെടുത്തുക. മെഡിക്കൽ റെക്കോർഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? പോയിന്റ് ഔട്ട് ആയിരുന്നു അല്ലെ? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. എന്തായാലും പറയാത്തെ, നെക്സ്റ്റ് എടുത്തോട്ടെ. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. ഒരു വാർഡിലെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ ആ വാർഡിലെ ഫ്ലോർ മാനേജർ ആരാണ്? ഓക്കെ. ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈസ് എ പ്രൊഫഷണൽ who is specialized in helping people who are recovering from disease or disability. ഒരു രോഗിക്ക് അവരുടെ അസുഖം മാറിയിട്ട് അതല്ലെങ്കിൽ അവരുടെ ഡിസബിലിറ്റി അല്ലെ, അവർക്ക് വരുന്ന വൈകല്യങ്ങളൊക്കെ മാറി റിക്കവറി ആയതിനു ശേഷം അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പീപ്പിളിനെ, ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സണെ പറയുന്നതാണ് ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ്. എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാക്കുക, പിന്നെന്താണ് സ്റ്റാഫുകളുടെ ബിഹേവിയർ ഒക്കെ മോണിറ്റർ ചെയ്യില്ലേ. നമ്മുടെ ഒരു പേഷ്യൻസിന് ഒരു വാർഡിൽ അഡ്മിറ്റ് ആക്കി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങൾ ആര് കൊടുക്കും? ഡോക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യില്ലേ, ഡോക്ടേഴ്സ് അല്ലേ കൊടുക്കുന്നത്. നഴ്സുമാരും ഡോക്ടേഴ്സും കൊടുക്കും അല്ലെ. അതല്ലാണ്ട് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ഉണ്ടാവുമല്ലോ. അവര് ഇൻഫർമേഷൻസ് സൂക്ഷിക്കുക അല്ലെ, പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സൂക്ഷിക്കുക. എന്താണ്? വാർഡില് കറക്റ്റ് രീതിയിലുള്ള ഒരു എന്താണ് എൻവിയോൺമെന്റ്, പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് സൗണ്ട് ഒക്കെ ഉള്ള ഒരു എൻവിയോൺമെന്റിൽ നമുക്ക് പേഷ്യൻസിന് കിടക്കാൻ പറ്റുമോ വാർഡില്? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? അവർക്ക് ഉചിതമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണ്ടേ വാർഡില്. പിന്നെന്താ? വാർഡിലെ സ്റ്റാഫുകളുടെ ബിഹേവിയർ ഒക്കെ ചെക്ക് ചെയ്യണ്ടേ, പേഷ്യൻസിനോട് പെരുമാറുന്നത് അല്ലെ കറക്റ്റ് രീതിയിലാണോ അല്ലെ, അവരോട് ദേഷ്യപ്പെടുന്നുണ്ടോ അല്ലെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ടോ അല്ലെ, അവരെ കറക്റ്റ് രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് പേഷ്യൻസിനെ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് എന്ത് പറയുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രോഗത്തിൽ നിന്ന് അതല്ലെങ്കിൽ വൈകല്യങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുന്ന
പേഷ്യൻസിനെ മിസ് ഒന്നുകൂടെ പറയാം, രോഗത്തിൽ നിന്ന് അതല്ലെങ്കിൽ വൈകല്യങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുന്ന രോഗികളെ ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കാൻ വൈദഗ്ധ്യമുള്ള അല്ലെ പ്രൊഫഷണൽസ് വൈദഗ്ധ്യമുള്ള പേഴ്സണെയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. മിസ് എടുത്തോട്ടെ. ഇപ്പൊ പറയുന്നത് എന്താണ് കേട്ടോ, പേഷ്യൻസിന്റെ എന്താണ് അസുഖത്തിൽ നിന്ന് അവർക്ക് വന്നിരിക്കുന്ന വൈകല്യങ്ങളിൽ നിന്ന് അവര് സുഖം പ്രാപിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സണെയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഹി ഓർ ഷീ മോണിറ്റേഴ്സ് ദ പെർഫോമൻസ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന് കൊടുക്കുന്ന അല്ലെ സർവീസുകള്, പേഷ്യൻസിന്റെ പരിചരണത്തിൽ കൊടുക്കുന്ന സേവനങ്ങള് അവർ മോണിറ്റർ ചെയ്യാണ്. പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ കറക്റ്റ് ആണോ, അവർക്ക് കൊടുക്കുന്ന സർവീസുകൾ കറക്റ്റ് രീതിയിൽ കൊടുക്കുന്നുണ്ടോ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആണോ വാർഡുകളിൽ അവർക്ക് ലഭിക്കുന്നത്, സ്റ്റാഫുകളിൽ നിന്നുള്ള ബിഹേവിയർ നല്ല രീതിയിലാണോ അല്ലെ. അങ്ങനെ പേഷ്യൻസിന്റെ കെയർ സർവീസുകള് മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൂടാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്? compares it to government agency standards and make adjustment if necessary. ഇപ്പൊ വാർഡിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണോന്ന്, സ്റ്റാൻഡേർഡുകൾ ഉള്ളതാണോന്ന് അല്ലെ, ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുകള് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് രീതിയിലുള്ള നല്ല രീതിയിലുള്ള അതാണോ എന്ന്, ഏജൻസി സ്റ്റാൻഡേർഡുകളാണോ എന്ന് കമ്പയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ, ചിലപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ. എന്താണ്? ഡിസിപ്ലിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ ഫെസിലിറ്റീസിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ബിഹേവിയറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെറുതായിട്ട് വരില്ലേ? വരോ? ശരിക്കും ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡുകളാണെങ്കിൽ എന്താണ്, അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ. പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ വാർഡില് ഇവര് വർക്ക് ചെയ്യുന്ന ആ വാർഡിലെ പ്രവർത്തനങ്ങൾ എന്താണ്, ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡിനുള്ളതാണോ അതേപോലെയാണോ എന്ന് കമ്പാരിസൺ ചെയ്യാണ്, താരതമ്യം ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഇപ്പൊ എന്താണ്, വർക്കിംഗ് അവേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഡിസിപ്ലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തണമെങ്കിൽ അതൊക്കെ ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്ക്, ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് വരുന്നത് നോക്കി, എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഓർ ഫ്ലോർസ്. എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ വാർഡിലുണ്ടോ, അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഇവര് വർക്ക് ചെയ്യുന്നതിൽ ആ ഫ്ലോറില് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അച്ചടക്കം അല്ലെ സ്റ്റാഫുകൾക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അതിനെന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത്? ചെക്ക് നോയിസ് ലെവൽ അല്ലെ, ശബ്ദനില പരിശോധിക്കുക. ചിലപ്പോ എന്ത് ചെയ്യും, സ്റ്റാഫുകൾ ഒരുപാട് സൗണ്ടിൽ സംസാരിക്കുക അല്ലെ. നമ്മളാണെങ്കിൽ അങ്ങനെയാണ്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എങ്ങനെയാ, ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. നല്ല കുട്ടികളായിരുന്നു എല്ലാവരും. സംസാരിക്കോ? ബഹളം വെക്കും അല്ലേ, സംസാരിക്കും അല്ലേ. നമുക്കൊരു എന്റർടൈൻമെന്റ് ആണല്ലോ അതൊക്കെ. ആ കളിക്കും, സംസാരിക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അങ്ങനെ നോയ്സ് ഉണ്ടാക്കാൻ പാടുണ്ടോ? ചിലപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരുപാട് സൗണ്ട് കേൾക്കുന്നത് അവർക്ക് ഉചിതമായിരിക്കോ, നല്ലതായിരിക്കും അവർക്ക്? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ ഫ്ലോർസിലെയും അല്ലെങ്കിൽ വാർഡുകളിലെയും നോയ്സ് ലെവല്, സ്റ്റാഫുകളുടെ നോയ്സ് ലെവല് പരിശോധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് പറയുന്നത് എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. എന്ത് വേണം?
വാർഡിലെ ഡോക്ടേഴ്സിന്റെ ലഭ്യത വേണം അല്ലേ? ഡോക്ടേഴ്സ് വന്ന് രോഗികളെ പരിശോധിക്കണം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം അല്ലേ? അപ്പൊ ഡോക്ടർമാരുടെ ലഭ്യത, അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ensure abrupt response to nursing calls. എന്ത് ചെയ്യണം? നഴ്സിംഗ് കോൾസിന് പെട്ടെന്ന് പ്രതികരണം കൊടുക്കണം അല്ലെ? ഇപ്പൊ നമുക്കറിയാം നഴ്സിംഗ് കോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നഴ്സിംഗ് കോൾസ് എമർജൻസി സിറ്റുവേഷനില് നഴ്സിനെ വിളിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു കോളാണ് അല്ലെ? രോഗിക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എന്താണ് നഴ്സിന്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ നഴ്സിംഗ് കോൾസ്? ആണോ? ബെല്ല്, സ്വിച്ച് അല്ലെ? ബെല്ല് ഉണ്ടാവും, അതല്ലെങ്കിൽ ഫോൺ ചെയ്ത് നമുക്ക് പറയാം അല്ലെ? പെട്ടെന്ന് തന്നെ. അപ്പൊ ആ നഴ്സിംഗ് കോൾസിന് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കൊടുക്കണ്ടേ? അതിനാവശ്യമായി ഇപ്പൊ നഴ്സിന്റെ സേവനമാണെങ്കിൽ നഴ്സിന്റെ സേവനം കൊടുക്കണം അല്ലെ? ഡോക്ടറുടെ സേവനമാണെങ്കിൽ ഡോക്ടറുടെ സേവനം കൊടുക്കണ്ടേ ആ രോഗിക്ക്? കൊടുക്കണോ? അപ്പൊ നഴ്സിംഗ് കോൾസിന് പെട്ടെന്നുള്ള പ്രതികരണം നൽകുക, അതൊക്കെ ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ ഡ്യൂട്ടീസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. എന്താണ്? സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലെ? പെരുമാറ്റവും മനോഭാവവും മോണിറ്റർ ചെയ്യണം. നമ്മൾ തന്നെ പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അല്ലെ? ചില ഹോസ്പിറ്റലിൽ നമുക്ക് അറിയാറുണ്ട്, ആ നഴ്സിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല അല്ലെ? അവരെന്താ ചൂടാവും, പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തട്ടിക്കയറുന്നത് പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട് അല്ലേ? അതെന്താണ്? അവരുടെ ബിഹേവിയർ ആണ് അല്ലേ? നമുക്ക് എങ്ങനെയുള്ള സ്റ്റാഫുകളെ ആയിരിക്കും നമുക്ക് ആവശ്യം? ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ? ആണോ? ഹോസ്പിറ്റൽ അങ്ങനെ ഒരു സ്റ്റാഫുകളല്ലേ നമുക്ക് വേണ്ടത്? എന്താണ്? ട്രീറ്റ്മെന്റിന്റെ സമയത്ത് നമുക്ക് പല ലേബർ റൂമിൽ അല്ലെ? ലേബർ റൂമിൽ നമുക്ക് അറിയുമ്പോഴേക്കും അവര് ചീത്ത പറയില്ലേ? ചില നഴ്സുമാര് ചീത്ത പറയാറുണ്ടല്ലോ. കംഫേർട്ട് ആക്കണം അല്ലെ? അവർക്ക് ആശ്വാസം കൊടുക്കണം. ചിലപ്പോ അവർക്ക് എന്താണ് അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവാം അല്ലെ? ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവാം, അവർക്ക് ഒരുപാട് എന്താണ് ഡൗട്ട്സുകൾ ഉണ്ടാവാം അല്ലെ? ഡൗട്ട്സുകൾ ഉണ്ടാവാലോ. അപ്പൊ അതെന്താ ചോദിക്കുക, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോ സ്റ്റാഫുകള് നമ്മളോട് ദേഷ്യപ്പെടാണെങ്കിൽ നമുക്ക് ഇഷ്ടമാവും അത് ക്ലിയർ ചെയ്യണം അല്ലെ? അവർക്ക് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ? അവരുടെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ? അവർക്കുള്ള ടെൻഷൻസ് ഒക്കെ മാറ്റി അവരെ കംഫേർട്ട് ആക്കണം. അപ്പൊ മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. വാർഡുകളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. ക്ലിയർ ആയത്? ഇതൊക്കെ പറയുന്നത് പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫിന്റെ ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണ്? പെർഫോംസ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ HIS എന്നാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റമായി ബേസ് ചെയ്ത നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ചുമതലകൾ എന്തെല്ലാമാണ്? മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം അല്ലേ? ആ സിസ്റ്റത്തില്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് പുതിയ അഡ്മിഷൻ എന്തെങ്കിലും ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ, ഷുവർ ചെയ്തിട്ടുണ്ടോ അല്ലെ? ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? ഏത് സമയത്ത് വേണമെങ്കിലും അഡ്മിറ്റ് ആക്കാലോ പേഷ്യൻസിനെ. പ്രവർത്തനം കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ലേ? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് അല്ലേ? അവിടെ ഒരുപാട് 24 hours ഉണ്ട്. അവിടെ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് അല്ലെ? അതിലെ ആരെ എപ്പോ അഡ്മിറ്റ് ആക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം?
ആ ഫ്ലോറില് ഇപ്പൊ സെക്കൻഡ് ഫ്ലോറില് അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡില് അല്ലെങ്കിൽ ഗൈനക് വാർഡില് എന്താണ് പുതിയ ഏതെങ്കിലും പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് ensure that discharge are completed on time in the system. എന്താണ് ഡിസ്ചാർജ് കറക്റ്റ് സമയത്ത് ആ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഡോക്ടർ വന്ന് നമ്മളുടെ അടുത്ത് ഡിസ്ചാർജ് പറഞ്ഞു, ഒരു 11 മണിയായപ്പോ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് പറഞ്ഞു. ആ ഡിസ്ചാർജിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എപ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന്? ഈവനിങ് ആവൂല്ലേ? മിക്ക ഹോസ്പിറ്റലിലും എപ്പോഴാണ് പോകുന്നത്? ഈവനിങ് ആവോ? അപ്പൊ എന്താണ് ആ കറക്റ്റ് ടൈമില് ഡിസ്ചാർജ് പ്രോസസ്, ഡിസ്ചാർജിന്റെ കാര്യങ്ങള് എന്താണ് സിസ്റ്റത്തില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു ദിവസം ഫുള്ള് നമ്മ അവിടെ നിൽക്കേണ്ടി വരും. ഒരു 8 മണി 7 വരെയൊക്കെ ആവുമ്പോഴായിരിക്കും അവിടെ നിന്ന് പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലേ. അപ്പൊ ഡിസ്ചാർജ് ആ കറക്റ്റ് ടൈമില് കംപ്ലീറ്റ് ആയി സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ ആണെങ്കിൽ പറയണ്ട അല്ലെ. അത് സാങ്ഷൻ ആയി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്രൂവ് ആയി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. നെക്സ്റ്റ് resolves issues related bed management. ഇപ്പൊ ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുക. ചിലപ്പോ എന്താണ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ട് ഒരു നമ്പറിൽ തന്നെ 2 പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാം അല്ലെ. ആക്കാലോ. ഇപ്പൊ ബെഡ് നമ്പർ 5 ഓൾറെഡി അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരിക്കാം. ചിലപ്പോ പുതിയ പേഷ്യൻസിനെ കൂടി അഡ്മിറ്റ് ആക്കാലോ. എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് എറർ വന്നിട്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്ത് കൊടുക്കുക. ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് സോൾവ് ചെയ്യുക. ക്ലിയർ ആയത്? HISന്റെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടീസ്. നെക്സ്റ്റ് പറയുന്നത് എൻഷുവേഴ്സ് പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയറിൽ രോഗി പരിചരണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ഉറപ്പുവരുത്തേണ്ടത്? അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലംസ് അല്ലെ. പേഷ്യൻസിന്റെ പ്രോബ്ലങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് എന്താണ് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടാവാം അല്ലെ. സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ്സുകൾ ഉണ്ടാവാലോ. ഉണ്ടാവോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. നെക്സ്റ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ്. എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും എൻക്വയറി ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അറിയേണ്ടതുണ്ട്, വിവരങ്ങൾ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ പേഷ്യൻസിന് അവിടുത്തെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനെ കുറിച്ച് അറിയേണ്ടി വരും അല്ലെ. അവിടുത്തെ സർവീസുകളെ കുറിച്ച് സർവീസുകളെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ എൻക്വയറി ചെയ്യാനോ പേഷ്യന്റ് ചെയ്യോ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നെക്സ്റ്റ് ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. ഓക്കെ, നോട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് മിസ് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് നെക്സ്റ്റ് ഞാൻ മിസ്സിന്റെ മാത്രം വീഡിയോ ഓൺ ഉള്ളൂ, നിങ്ങളുടെയൊക്കെ വീഡിയോ ഓഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് മാമിനെ അറിയണ്ടേ? മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിയണോ? ആദ്യമുള്ള ഒരു ഓപ്ഷൻ എന്താണ്? മെസ്സേജ് ആണ് നിങ്ങൾ അയക്കുന്ന. ഓക്കെ, യെസ് ക്ലിയർ മാം. ആ ഒരു മെസ്സേജ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് മിസ് വീണ്ടും ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്
ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം അല്ലെ? ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകള്, ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ, അവർക്ക് ചെയ്യുന്ന ECG എല്ലാം ആ മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തണ്ടേ? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ. കോർഡിനേറ്റ് വാർഡ് യൂണിറ്റ്സ് പെർഫോമൻസ്. നമ്മ പറഞ്ഞു ഒരു വാർഡിലെ സുഗമമായിട്ടുള്ള അല്ലെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ വേണം അല്ലെ, അവരുടെ ഹെൽപ്പ് വേണ്ടേ, സഹകരണം വേണ്ടേ? ലാബുകളിൽ നിന്നുള്ള അല്ലെ, സ്കാനിങ് സെക്ഷനിൽ നിന്നുള്ള, ലബോറട്ടറിയിൽ നിന്നുള്ള, ഫാർമസിയിൽ നിന്നുള്ള അല്ലെ, ബ്ലഡ് ബാങ്കിൽ നിന്നുള്ള അല്ലെ, ഡയറ്ററി സർവീസ്, ഡയാലിസിസ് സർവീസ് അല്ലെ, എല്ലായിടത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് വേണം. അപ്പൊ വാർഡിലെ യൂണിറ്റ് പെർഫോമൻസിന് വേണ്ടി ഒരു മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കോർഡിനേഷൻ, ഒരു സഹകരണം കൊണ്ടുവരിക. നെക്സ്റ്റ്, ഫീഡ്ബാക്ക് ടു ചെയർമാൻ ഓർ HOD in complaints with quality standards, medical records audit and significant incident. എന്താണ് ഓഡിറ്റ്? പിന്നെ വാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിക്കുകയാണ്. ഇപ്പൊ വാർഡുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്താണ്, മെഡിക്കൽ ഗ്യാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ വാർഡുകളില്, ഓക്സിജൻ ഒക്കെ കൊടുക്കുന്നില്ലേ, ഓക്സിജൻ അല്ലേ? അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കാലോ. നിങ്ങൾക്ക് മെഡിക്കൽ ഗ്യാസ് ഒക്കെ 4th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിലൊക്കെ ലീക്കേജ് സംഭവിക്കാലോ, പൈപ്പ് ലൈനില് ലീക്കേജ് സംഭവിക്കാലോ. പിന്നെന്താണ്, മരുന്നുകള് പേഷ്യൻസിന് കൊടുത്ത് മരുന്നുകള് മാറിപ്പോവാലോ ചില സമയത്ത്. അങ്ങനെ പല ഇൻസിഡന്റുകളും സംഭവിക്കാം അല്ലെ, എന്തെങ്കിലും അപകടങ്ങൾ, പല ഇൻസിഡന്റുകളും സംഭവിക്കാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഇൻസിഡന്റുകള് ഓഡിറ്റിന്റെ റെക്കോർഡുകള്, പിന്നെ എന്താണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായി ഗുണനിലവാര മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ ആരെ അറിയിക്കാതൊക്കെ? ഫീഡ്ബാക്ക് ചെയർമാനോ അതല്ലെങ്കിൽ HODക്ക് അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയോ ചെയ്യുക. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? വാർഡ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ്? ഓഡിറ്റിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. പിന്നെ എന്താണ്, വാർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്ലോറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകള്, പിന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയർമാനെയോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെയോ ഫീഡ്ബാക്ക് നൽകുക. നെക്സ്റ്റ് പറയുന്നത് സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറീസ് on the respective floors, ensures that ward secretaries are placing doctors visit without procedures like without echo, ECG or any. നമ്മ വാർഡ് സെക്രട്ടറി ഡ്യൂട്ടി പഠിച്ചപ്പോ പറഞ്ഞു അല്ലെ സർ, പറഞ്ഞോ? ഡോക്ടേഴ്സിന്റെ വിസിറ്റിലെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡില് ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ സമയത്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, പേഷ്യൻസിന് നൽകുന്ന പേഷ്യൻസിന് ചെയ്തിട്ടുള്ള എക്കോ ടെസ്റ്റുകളുടെ, ECGയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ എന്ത് ചെയ്യാം? മെഡിക്കൽ റെക്കോർഡുകളിൽ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് വാർഡ് സെക്രട്ടറി, ഓരോ വാർഡുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ചെയ്തിട്ടുണ്ടോ എന്ന് ആര് സൂപ്പർവൈസ് ചെയ്യണം? വാർഡ് സെക്രട്ടറി. വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിലെ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. ക്ലിയറായോ?
ഓരോ വാർഡിലുള്ള വാർഡ് സെക്രട്ടറിമാരുടെ ഡ്യൂട്ടീസിന് സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഒരാള് സൂപ്പർവൈസ് ചെയ്താലല്ലേ നമുക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ, കറക്റ്റ് രീതിയിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അല്ലേ? ആണോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തോന്നുമ്പോ ചെയ്യാന്ന് വിചാരിക്കും അല്ലേ? ഞാൻ മിസ് പറഞ്ഞുതരാം. ആ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ഇല്ലേ, ഫസ്റ്റ് സെന്റൻസ് അത് മാർക്ക് ചെയ്തേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാന്ന് ചോദിക്കും. 6th പോയിന്റ് കേട്ടോ, വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് സൂപ്പർവൈസ് ചെയ്യുന്നത്. Who is supervise the ward secretary's duties? 6th അടയാളപ്പെടുത്താം ട്ടോ. പിന്നെ ഇത് എന്താണ്? ensure proper discipline staff. അതാരാണെന്ന് നോക്കാം. ensure proper discipline of staff in wards. ആരാണ്? patient care executives അല്ലേ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ വരും. MRD ചോദിക്കാട്ടോ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, MRD. Head of the department, HOD, head of the department, head of the department. മിസ് എന്നെടുത്തതൊന്ന് വായിച്ചു നോക്കിയേ. മിസ് എന്നെടുത്തതൊന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് മിസ്സിന് നമ്മുടെ ഹോസ്പിറ്റൽ വാർഡില് ഒരു ചെറിയൊരു പോർഷൻ എടുക്കാനുള്ളൂ. പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ് എടുക്കാനുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മിസ് എടുക്കാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. മിസ് എന്നെടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് ഡ്യൂട്ടി പറയണം. ഏതിലാണ്? ക്ലർക്കിന്റെ ആണോ, വാർഡ് ക്ലർക്കിന്റെ ആണോ ബിജു? വാർഡ് ക്ലർക്കിന്റെ ആണോ അതോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ ആണോ? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ അല്ലേ? Performs duties related to hospital information system. Hospital information system എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻസ്, ഇപ്പൊ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അങ്ങനെ എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുന്ന സിസ്റ്റം ഇല്ലേ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ ഇപ്പൊ എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് എന്താണ് ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? ആദ്യത്തെ പറയുന്നത് എന്താണ്? ആ വാർഡിലേക്ക് അല്ലെ, ചിലപ്പോ ഈ വാർഡില് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് വർക്ക് ചെയ്യുന്ന ഏത് വാർഡിലായിരിക്കും? കാർഡിയോളജി വാർഡായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഗൈനക് വാർഡ് ആകാം, അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ ആവാം അല്ലെ. അപ്പൊ ആ ഒരു ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വാർഡിലേക്ക് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. അവർക്ക് പറയുന്ന പേര് ഒന്നില്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്നും പറയും. ഫ്ലോർ മാനേജർ കേട്ടിട്ടില്ലേ ഹോസ്പിറ്റലില്? ഫ്ലോർ മാനേജർ
അപ്പൊ എന്താണ് ഫസ്റ്റ് വരുന്നത് ഈ വാർഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിലേക്ക് പുതിയ ഏതെങ്കിലും അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഏതെങ്കിലും പുതിയ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് പറയുന്നത് കറക്റ്റ് ഇപ്പൊ വാർഡിൽ നിന്ന് ആ ഒരു പീഡിയാട്രിക് വാർഡിൽ നിന്ന് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് അത് ആ കറക്റ്റ് സമയത്ത് സിസ്റ്റത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്താണ്, ഒരു പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാല് അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തണ്ടേ, ഇന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തു അല്ലെ, ഇന്ന ദിവസം ഡിസ്ചാർജ് ചെയ്തു, ഇന്ന ടൈമിൽ ഡിസ്ചാർജ് ചെയ്തു എന്ന് രേഖപ്പെടുത്തണ്ടേ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ഡിസ്ചാർജ് ഓൺ ടൈമിൽ നടന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ. ഇപ്പൊ ചിലപ്പോ എന്താണ്, ചിലപ്പോ എറർ സംഭവിക്കാം അല്ലെ, മനുഷ്യ സഹജമാണ്, ആർക്കും തെറ്റ് സംഭവിക്കാം അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെ നമ്മൾ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഓരോ ബെഡ് നമ്പറിലേക്ക് 2 പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാലോ. ചിലപ്പോ ഓൾറെഡി അവിടെ പേഷ്യന്റ് ഉണ്ടാവാം, വീണ്ടും 5ാമത്തെ നമ്പർ ബെഡിലേക്ക് തന്നെ പുതിയൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആകാം അല്ലെ. അപ്പൊ അങ്ങനെ ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കുക. ക്ലിയർ ആയോ? MRD എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും ചെയർമാൻ അല്ല, HOD എന്ന് പറഞ്ഞാലും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിനാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു HOD, ലാബിനാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Ma. Ma'am. Thank you, ma'am.